ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു കാരണവശാലല്ല. ഭഗവാനും ഭക്തനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ഇന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചിരിക്കാം. ഇവിടെ പറയുന്ന ഓരോ വാക്കും ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ആരംഭിക്കുന്നതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇത് വെറും വീഡിയോ അല്ല, ഭഗവാനുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴപ്പെടുത്താനുള്ള ഒരു യാത്രയാണ്. വീഡിയോ പൂർണ്ണമായി കാണൂ, ഹൃദയം തുറന്നു കേൾക്കൂ, ബാക്കി ഭഗവാൻ തന്നെ ചെയ്യും. ഭഗവാനും ഭക്തനും തമ്മിലുള്ള അടുപ്പമെന്നത് ഒരു പുറത്തുള്ള കാഴ്ചയല്ല, ക്ഷേത്രത്തിൽ പോകുന്നതിലോ മന്ത്രമുച്ചരിക്കുന്നതിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നുമല്ല. അത് ഹൃദയത്തിനുള്ളിൽ രൂപപ്പെടുന്ന, വാക്കുകൾക്കപ്പുറമുള്ള ഒരു ബന്ധമാണ്. പലർക്കും ഭഗവാനെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓർക്കുന്ന ഒരു ശീലമുണ്ട്. ദുഃഖം വന്നാൽ, നഷ്ടം വന്നാൽ, പേടി പിടിച്ചാൽ അപ്പോഴാണ് ഭഗവാനേ എന്ന വിളി ഉയരുന്നത്. എന്നാൽ ഭഗവാനുമായുള്ള അടുപ്പം അങ്ങനെ തുടങ്ങുന്നതല്ല. അതാരംഭിക്കുന്നത് നമ്മുടെ ദിവസേനയുള്ള ചിന്തകളിലൂടെയും നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയും നമ്മുടെ നിശബ്ദ നിമിഷങ്ങളിലൂടെയുമാണ്. ഭഗവാൻ നമ്മോടടുത്തേക്ക് വരുന്നത് ശബ്ദത്തോടെയല്ല, നിശബ്ദതയിലൂടെയാണ്. നമ്മൾ ലോകത്തെക്കുറിച്ച് ശബ്ദിക്കുന്നിടത്ത് ഭഗവാൻ നമ്മോട് സംസാരിക്കുന്നത് മൗനത്തിലൂടെയാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഭഗവാൻ ഒരിടം തേടുന്നു. എന്നാൽ ആ ഹൃദയം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, അഹങ്കാരത്തോടെ, അസൂയയോടെ, ഭയത്തോടെ, അവിടെ ഭഗവാൻക്ക് ഇടമുണ്ടാകില്ല. ഭക്തനും ഭഗവാനും തമ്മിലുള്ള അടുപ്പം നഷ്ടപ്പെടുന്ന ആദ്യ കാരണം ഇതാണ്: ഹൃദയം ശുദ്ധമല്ലാതാകുന്നത്. പലരും കരുതുന്നു, വലിയ പൂജകളും വഴിപാടുകളും നടത്തിയാൽ ഭഗവാൻ അടുത്തുവരുമെന്ന്. എന്നാൽ സത്യമതല്ല. ഒരു ചെറിയ നന്ദി പോലും ഉള്ളിലുണ്ടെങ്കിൽ, ഒരു ക്ഷമയെന്തിലും നമുക്കുള്ളിൽ ജനിച്ചാൽ, ഒരു സഹായഹസ്തം നമ്മൾ മറ്റൊരാൾക്ക് നീട്ടിയാൽ, അവിടെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഭഗവാൻ ചോദിക്കുന്നത് വലിയ കാര്യങ്ങളല്ല, നമ്മളിൽ നിന്നുള്ള ഒരു ശുദ്ധമായ മനസ്സാണ്. പക്ഷേ ഈ സത്യം നമ്മൾ മറക്കുമ്പോൾ ഭഗവാനുമായുള്ള ബന്ധം പതിയെ അകലാൻ തുടങ്ങും, നമ്മൾ അറിയാതെ തന്നെ. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം വിശ്വാസമാണ്. വിശ്വാസമെന്നത് എല്ലാം ശരിയാകും എന്ന് പറയുന്നതല്ല, എന്ത് സംഭവിച്ചാലും ഭഗവാൻ എന്നോടൊപ്പമുണ്ട് എന്ന് ഉള്ളിൽ ഉറപ്പോടെ നിൽക്കുന്നതാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും, കയ്യിലൊന്നുമില്ലാത്തപ്പോഴും, ഒരു നിമിഷം പോലും ഭഗവാനെ സംശയിക്കാത്ത ഹൃദയമാണ് യഥാർത്ഥ ഭക്തന്റെ ഹൃദയം. എന്നാൽ നമ്മൾ ചെറിയ പരീക്ഷകൾ വന്നപ്പോൾ തന്നെ എന്തുകൊണ്ടെനിക്ക് എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ ആ ബന്ധത്തിൽ ഒരു പൊട്ടൽ തുടങ്ങുന്നു. ഭഗവാനുമായി അടുപ്പം നഷ്ടപ്പെടുന്ന മറ്റൊരു വലിയ കാരണം പുറക്കാഴ്ച മാത്രമുള്ള ഭക്തിയാണ്. ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ, സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഭക്തി, ഇവയെല്ലാം ഭഗവാനെ സന്തോഷിപ്പിക്കില്ല. ഭഗവാൻ കാണുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ്. നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും ഭഗവാനെ ഓർക്കുന്നുണ്ടോ? നമുക്കൊന്നും വേണ്ടാത്ത സമയത്തും നാം ഭഗവാനോട് സംസാരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലാണ് ഭക്തിയുടെ സത്യസന്ധത ഒളിഞ്ഞിരിക്കുന്നത്. ഭക്തനും ഭഗവാനും തമ്മിലുള്ള അടുപ്പം ഒരു വ്യാപാരബന്ധമല്ല. ഞാൻ ഇത് ചെയ്യുന്നു, നീ അത് തരണം എന്ന കണക്കുകൂട്ടൽ അവിടെയില്ല. ഭഗവാനെ സ്നേഹിക്കുന്നത് ഒരു നിബന്ധനയില്ലാത്ത ബന്ധമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുപോലെ, കുഞ്ഞ് എന്തു ചെയ്താലും എങ്ങനെയായാലും അങ്ങനെ. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനോട് നിബന്ധനകൾ വെക്കുമ്പോൾ ആ ബന്ധം പതിയെ ദുർബലമാകുന്നു. ഭഗവാൻ നമ്മളെ വിട്ടുപോകുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളാണ് ഭഗവാനിൽ നിന്ന് മാറിപ്പോകുന്നത്. തിരക്കുകളുടെ പേരിൽ, സ്വാർത്ഥതയുടെ പേരിൽ, ലൗകിക ആകർഷണങ്ങളുടെ പേരിൽ. പിന്നെ ഒരിക്കൽ ജീവിതം നമ്മെ തകർക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഭഗവാൻ എവിടെയായിരുന്നു? എന്നാൽ ഭഗവാൻ അതേ സ്ഥലത്തുണ്ടായിരുന്നു, നമ്മൾ മാത്രം അവിടെയില്ലായിരുന്നു. ഈ ബന്ധം തിരിച്ചുപിടിക്കാനായി വലിയ ശ്രമങ്ങൾ വേണ്ട. ഒരു ദിവസം നിമിഷം രണ്ടെങ്കിലും ശാന്തമായി ഇരിക്കുക. ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു പേര് ഹൃദയത്തിൽ നിന്ന് വിളിക്കുക. ഒന്നും പറയാനില്ലെങ്കിൽ പോലും ഭഗവാനോടൊപ്പം മൗനത്തിലിരിക്കുക. അത് മതിയാകും. കാരണം ഭഗവാനുമായി യഥാർത്ഥ അടുപ്പം വാക്കുകളിലല്ല, അനുഭവത്തിലാണ്. അതിനാൽ ഓർക്കുക, ഇതറിയാതെ പോയാൽ നമ്മൾ തന്നെ ഭഗവാനുമായുള്ള അടുപ്പം നഷ്ടപ്പെടുത്തും. പക്ഷേ അറിഞ്ഞാൽ ഒരു നിമിഷം മതി, ഭഗവാൻ വീണ്ടും നമ്മോട് ചേർന്നു നിൽക്കും. ഭഗവാനും ഭക്തനും തമ്മിലുള്ള അടുപ്പം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്: സമർപ്പണം. പലർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഉള്ളിലൊരു നിയന്ത്രണമുണ്ടാകും, ഇതിങ്ങനെ തന്നെ ആയിരിക്കണം എന്ന ആഗ്രഹം. എന്നാൽ സമർപ്പണമെന്നത് സംഭവിക്കുന്നതെല്ലാം ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്.
നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത പല വഴികളിലൂടെയും ഭഗവാൻ നമ്മളെ നയിക്കുമ്പോൾ അത് വിശ്വസിച്ചു സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ അടുപ്പം വളരൂ. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഒരു യാത്ര പോലെയാണ്. തുടക്കത്തിൽ ചോദ്യങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും, ചിലപ്പോൾ ദേഷ്യം പോലുമുണ്ടാകും. എന്നാൽ ആ ദേഷ്യത്തോടെയും നാം ഭഗവാനോട് സംസാരിച്ചാൽ പോലും അത് അടുപ്പത്തിന്റെ ഭാഗമാണ്. ഭഗവാൻ നമ്മളോട് അകന്നു പോകുന്നത് നാം മിണ്ടാതിരിക്കുമ്പോഴാണ്, സംസാരിക്കുന്നത് നിർത്തുമ്പോഴാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഭഗവാനെ പങ്കാളിയാക്കുന്ന മനുഷ്യൻ ഒരിക്കലും അവനിൽ നിന്ന് അകലില്ല. ഭക്തിയെ ഒരു ശീലമായി കാണുന്നവർ ധാരാളമുണ്ട്. രാവിലെയും വൈകുന്നേരവും ചെയ്താൽ തീരുന്നൊരു കാര്യമായി. പക്ഷേ യഥാർത്ഥ ഭക്തി അങ്ങനെ സമയത്തോട് ബന്ധിപ്പിച്ച ഒന്നല്ല. ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന നിമിഷത്തിൽ ഇത് ശരിയാണോ എന്ന് നമ്മളോട് ചോദിപ്പിക്കുന്ന ശബ്ദമാണ് ഭക്തി. മറ്റൊരാളെ വേദനിപ്പിക്കാൻ പോകുമ്പോൾ കൈ പിൻവലിപ്പിക്കുന്ന ശക്തിയാണ് ഭഗവാനുമായുള്ള അടുപ്പം. അവിടെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. പലരും ചോദിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഭഗവാനെ അനുഭവിക്കുന്നില്ല, എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം വളരെ സരളമാണ്. അനുഭവം എന്നത് പ്രതീക്ഷിച്ച രൂപത്തിൽ മാത്രം വരണമെന്നില്ല. ചിലപ്പോൾ അതൊരു വൈകിപ്പിക്കലായിരിക്കും, ചിലപ്പോൾ ഒരു തടസ്സം, ചിലപ്പോൾ ഒരു നഷ്ടം പോലും. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം രക്ഷയായിരുന്നു എന്ന് മനസ്സിലാകും. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള അടുപ്പം ഉറപ്പാകുന്നത്. നമ്മൾ ഭഗവാനെ തേടുന്നത് ആകാശത്തേക്ക് നോക്കിയല്ല, നമ്മളിലേക്ക് നോക്കിയാണ്. നമ്മുടെ അകത്തുള്ള മനസാക്ഷിയാണ് ഭഗവാന്റെ ആദ്യ രൂപം. അതിനെ അവഗണിച്ചാൽ പുറത്തെത്ര പൂജ ചെയ്താലും ആ ബന്ധം ശൂന്യമാകും. പക്ഷേ മനസാക്ഷിയെ ആദരിച്ചാൽ ഒരൊറ്റ വാക്കുപോലും ഉച്ചരിക്കാതിരുന്നാലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടാകും. അവസാനം ഓർക്കേണ്ടത് ഇതാണ്: ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മളാകാൻ തന്നെയാണ്. മറ്റൊരാളുടെ ഭക്തി പോലെ, മറ്റൊരാളുടെ വിശ്വാസം പോലെ ആവശ്യമില്ല. നമ്മുടെ കണ്ണീരും നമ്മുടെ തെറ്റുകളും നമ്മുടെ പ്രാർത്ഥനകളും ആയാണ് ആ ബന്ധം. അത്ര ലളിതവും അത്ര ആഴമുള്ളതുമാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള അടുപ്പം. ഇത് മനസ്സിലായാൽ ഒരിക്കലും ആ ബന്ധം നഷ്ടമാകില്ല. ഇത് മറന്നാൽ അറിയാതെ തന്നെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകലെപ്പോകും.